ഫെസ്റ്റ് ക്രമീകരിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, അവർക്ക് നേതൃത്വം നൽകുന്ന, തർബിയത്ത് നൽകുന്ന അഭിനന്ദരായ ഉസ്താദുമാരോടും വളരെ സന്തോഷവും അഭിനന്ദനവും അറിയിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ ഫെസ്റ്റിൻ്റെ, ഈ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും കൂടി ചെയ്യുന്നു. സമയവും അദബും ഹിക്മത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദി കൂടിയാണ് എന്ന സവിശേഷത ഈ ഉദ്ഘാടന സംഗമത്തിനുണ്ട്. എനിക്ക് മുൻപേ സംസാരിച്ച പ്രിയപ്പെട്ടവർ വളരെ പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ ഇത് സംബന്ധമായി തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാമിൻ്റെ ആന്തരികമായ ആത്മീയമായ ഒരു ശക്തിയാണ് ഹിക്മത്ത്. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണവും കൂടിയാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒട്ടാകെ പ്രകടമായിക്കൊണ്ടിരിക്കേണ്ട, എല്ലാ സമയത്തും പ്രകടിപ്പിക്കേണ്ട അദബ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. സമയത്തിൻ്റെ പ്രാധാന്യം അത് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ജാഗ്രതപ്പെടുന്ന ഒരു കാര്യമാണത്. നമുക്ക് നഷ്ടപ്പെട്ടത്, തിരിച്ചെടുക്കാൻ പറ്റാത്തത് എന്ന് പറയാവുന്നത് കേവലം ഭംഗിവാക്കല്ല. എല്ലാ നിലയിലും അത് പകരം വെക്കാൻ പറ്റാത്ത ഒന്നുണ്ട് എങ്കിൽ അത് സമയം മാത്രമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വലിയ മാർക്കറ്റുള്ള, കച്ചവട സാധ്യതയുള്ള ഒരു ചരക്ക് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, അവസരമുണ്ടാകുകയാണ് എങ്കിൽ അത് ആയുസ്സായിരിക്കും. ഒരു വർഷം 1 കോടി രൂപ കൊടുത്ത് ഒരു വർഷത്തെ ആയുസ്, 10 കോടി കൊടുത്ത് ഒരു വർഷത്തെ ആയുസ് ആരെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ട് എങ്കിൽ, വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടാവും, പക്ഷേ അത് വാങ്ങാനും മേടിക്കാനുള്ളൊരവസരം ഇന്ന് ഭൂമിയിൽ സാധ്യമാണ് എങ്കിൽ ഏറ്റവും വിലയേറിയ ഒരു മാർക്കറ്റ്, കമ്പോളം അതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നെ ഒന്ന് കൊന്നു തരൂ, ഞാനൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ചിലരൊക്കെ പൈശാചികമായ ഒരു പ്രേരണയിൽ, ഒരു ഘട്ടത്തിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വയം ഹത്യ നടത്തുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് അർഹതപ്പെട്ട ആയുസ്സിൽ നിന്ന് 1 മാസം, 1 വർഷം ഞാൻ നിങ്ങൾക്ക് തരാം. കിഡ്നി വിൽക്കുന്ന സ്വഭാവം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വൃക്കകൾ വിറ്റ് കടം വീട്ടുകയും അല്ലെങ്കിൽ കാറ് വാങ്ങുകയും ചെയ്യുന്ന ഹതഭാഗ്യർ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് അതൊരു സാധ്യതയാണ് എന്ന് നേരത്തെ ആർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. വൃക്കസംബന്ധമായ രോഗങ്ങൾ വന്നപ്പോൾ മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കാൻ 1 വൃക്ക മാത്രമേ ആവശ്യമുള്ളൂ എന്നും 2 വൃക്കകൾ കൂടി ആവശ്യമില്ല എന്ന് സാധാരണക്കാർ കൂടി, മുൻപ് ബയോളജി പഠിച്ച ആളുകൾക്ക് മനസ്സിലാകുമായിരുന്നു. വൈദ്യശാസ്ത്രം പഠിച്ചവർക്ക് അത് പിടുത്തം കിട്ടുമായിരുന്നു. ഇപ്പോൾ രോഗം സാധാരണമായപ്പോൾ 2 വൃക്കകൾ കൂടി, 2 എഞ്ചിനും കൂടി വേണ്ട, 1 മതി വിമാനത്തിനുള്ളതുപോലെ ഒരേ സമയം 2 ആവശ്യമില്ല എന്ന ബോധ്യത്തിൽ നിന്ന്, എങ്കിൽ അതുകൂടി പൈസയാക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വ്യാപകമായി മാറിയിട്ടുണ്ട്. നിയമം മൂലം അത് റദ്ദ് ചെയ്യപ്പെട്ടതാണ് എങ്കിലും അങ്ങനെ റദ്ദ് ചെയ്യപ്പെട്ട പലതും ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അർഹതപ്പെട്ട, എനിക്ക് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമായ ഒരു ഇയർ, 1 വയസ്സ്, 1 വർഷം,
അത് മറ്റുള്ള ആളുകൾക്ക് പണം കൊടുത്ത് ഞാൻ പണം വാങ്ങിയിട്ട് കൈപ്പറ്റാമെന്ന് ഒരാൾ വിചാരിക്കുന്നു, അതിനൊരു സാധ്യത ഉണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ബിസിനസ് ഇതായിരിക്കും. പക്ഷേ റബ്ബിൻ്റെ തീരുമാനമാണ് അങ്ങനെ സാധ്യമല്ല എന്നത്. റബ്ബിനെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും അഫലം പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ ഔ കർഹാ എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ അനുസരിച്ചോ അനുസരിക്കാതെയോ റബ്ബിനെ അനുസരിക്കേണ്ട, അള്ളാഹുവിന് അടിയറവ് പറയേണ്ട, പടച്ച റബ്ബിന് വിധേയപ്പെടേണ്ട ഒരു സാഹചര്യം മനുഷ്യന് മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും ഒരുപോലെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഇത് നടക്കൂല എന്ന്. ഞാനിത് പറഞ്ഞത് സമയത്തിൻ്റെ വില മനസ്സിലാക്കാൻ. നമ്മുടെ ഏതൊരു വസ്തുവിനെയും വിലക്കെട്ടിയാണല്ലോ അത് വില മനസ്സിലാക്കുക. അപ്പം നഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വില മതിക്കാനാവാത്തത് എന്ന് മുൻപേ അർത്ഥം പറഞ്ഞു വരുന്ന അതാണ്. ഇതിന് അങ്ങനെ ഒരു വില, മതിപ്പ് വില എന്ന രീതിയിൽ ഒന്നും പറയാൻ പറ്റില്ല എന്നതാണ്. എന്തിനും വില മതിച്ചു കൊടുക്കാൻ പറ്റും. ഏത് വസ്തുവിനും എത്ര കോടികൾ ഉള്ളതും യഥാർത്ഥത്തിൽ അതിന് വില മതിക്കാനാകുമെങ്കിൽ ഒരു മൂമെൻറ്റിന്, ഒരു മൈക്രോ സെക്കൻഡിന് പോലും വർത്തമാനകാലത്ത് ജീവിക്കുന്ന നമുക്കറിയാം അതിന് വില മതിക്കാൻ സാധിക്കുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ വില വളരെ വലിയ പ്രാധാന്യത്തോടുകൂടെ തിരിച്ചറിഞ്ഞ ആളുകൾക്ക് മാത്രമേ ദുനിയാവിൽ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസിൽ തന്നെ കാണാം, മൻ അമ്മറഹുല്ലാഹു സിത്തീൻ ഫഖദ് അഅദറല്ലാഹു. നോക്കൂ നിങ്ങൾ, ഒരാൾക്ക് 60 വയസ്സ് ജീവിക്കാൻ അവസരം കിട്ടിയാൽ പിന്നീട് അവൻ്റെ ഉഴുതിറിൻ്റെ സാധ്യത അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ്. 60 വയസ്സ് ജീവിക്കാൻ അവസരം കിട്ടിയ ഒരാൾക്ക് ഇനി എനിക്ക് സമയം കിട്ടിയില്ല എന്ന ഒരു തരത്തിലുള്ള പശ്ചാത്താപത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പഴിപറച്ചിലിനോ അവസരമില്ലാത്ത വിധം അള്ളാഹു അവനെ ആക്കിയിട്ടുണ്ട് എന്നതാണ്. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഇനി നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യന് 80 വയസ്സ് ജീവിച്ചു. 80 വയസ്സ് ജീവിച്ചിട്ട് 79ാമത്തെ വയസ്സും കഴിഞ്ഞ് 80ാമത്തെ വയസ്സിൽ പ്രവേശിച്ച് ഒരു ദിവസം, മരിക്കുന്നതിൻ്റെ ഒരു ദിവസം മുൻപാണ് അയാൾക്ക് തിരിച്ചറിവുണ്ടായത്. ആ ഒരു ദിവസം വളരെ മനസ്സിൽ തട്ടി റബ്ബിലേക്ക് കൽബ് തിരിച്ചുകൊണ്ട് അദ്ദേഹം തൗബ ചെയ്തു. ഈ 89.4 അല്ലെങ്കിൽ 89.9% 0.9 അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ നിന്നുള്ളതും വേസ്റ്റായിരുന്നു. പക്ഷെ അവസാനത്തെ ഒരു ദിവസം ഒരാൾ റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞ് ഉൾക്കടലത്തോടുകൂടെ വളരെ മനസ്സ് പടച്ചുകൊണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്തു. അള്ളാഹുവിൻ്റെ തൗബ സ്വീകരിക്കുകയും ചെയ്താൽ ഇവൻ സുഅദായിലാണോ പെടുക അതോ അഷ്ഖിയായിലാണോ പെടുക എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം സുഅദായിലാണ് പെടുക എന്നുള്ള, അല്ലേ? അപ്പൊ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ 80 വയസ്സ് ജീവിച്ച ഈ മനുഷ്യൻ 79.9 ആയുസ്സിൽ നിന്നുള്ളതും വേസ്റ്റ് ആക്കിയിട്ടും ഈ ഒരൊറ്റ ദിവസം എന്ന് ഞാൻ സൗകര്യത്തിന് വേണ്ടി പറഞ്ഞ ഒരു മൂവ്മെന്റ്, ആ മൂവ്മെന്റിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഒരു മാറ്റം, അത് അദ്ദേഹത്തിൻ്റെ സമയത്തിൽ നിന്ന് ഒരു ചെറിയ സമയം മാത്രമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പരലോക ജീവിതത്തിൻ്റെ ഗതി നിർണയിച്ചത്, ആ മനുഷ്യൻ്റെ പരലോക ജീവിതത്തിൻ്റെ ഗതി നിർണയിച്ചത് നോക്കൂ നിങ്ങൾ, ഈ ഒരൊറ്റ പോയിന്റ് സമയം മാത്രമാണ്. അപ്പം സമയത്തിൻ്റെ വില മനസ്സിലാക്കാൻ എളുപ്പം ബോധ്യമാവുന്നൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. രാവും പകലും മാറി മാറി വരുന്നതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹീതരാണ് എൻ്റെ മുൻപിലിരിക്കുന്നവർ. പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുക എന്ന വലിയ സൗഭാഗ്യം ലഭിച്ചവരാണ്. അള്ളാഹു നിങ്ങളുടെ ഹിഫ്ളിൽ ബർക്കത്ത് ചെയ്യട്ടെ.
ഹിഫ്ദ് അള്ളാഹു വലിയ അനുഗ്രഹത്തോടുകൂടെ നിലനിർത്തി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഹിഫ്ദിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ പകലിനെക്കുറിച്ചും രാത്രിയെക്കുറിച്ചും ഈ പകലും രാത്രിയും ഇങ്ങനെ മാറി മാറി വരുന്ന ദിവസങ്ങളെക്കുറിച്ചും വളരെ മനോഹരമായ രീതിയിൽ വലിയ ആഖ്യാനങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പം നമ്മുടെ രാവും പകലും ഇതിൻ്റെ ഭാഗമാണ്, അതിനൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. രാവിൽ നിന്നും പകലിൽ നിന്നും മാറിയിട്ട് നമുക്ക് മറ്റൊരു ദിവസം ഇല്ല, മറ്റൊരു സമയമില്ല, മറ്റൊരു ദിനം നമ്മൾക്ക് നിശ്ചയിക്കപ്പെട്ട ദിനമല്ലാത്ത ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാത്. ഏത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ മാസമായിട്ടും ആഴ്ചയായിട്ടും ദിവസമായിട്ടും സൂര്യൻ ഉദിച്ച് പകലായിട്ടും സൂര്യൻ അസ്തമിച്ച് രാത്രിയായിട്ടും അല്ലാത്തൊരു സമയം നമ്മുടെ ജീവിതത്തിലില്ല. ഈ സമയത്തെ അള്ളാഹുവിൻ്റെ വഴിയിൽ ഉപയോഗിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും ഫലപ്രദമായ ജീവിതം. എൻ്റെ മക്കളെ, കുട്ടികളെ, നിങ്ങൾക്കതിന് അവസരം കിട്ടിയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. നേരത്തെ ഇമാം നവവി റളിയല്ലാഹുവിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഇമാം നവവിയും ഇമാം ഷാഫിഈ റളിയല്ലാഹുവിനും ഇമാം ഗസാലി റളിയല്ലാഹുവിനും അടക്കമുള്ള, റാഫി ഇമാം അടക്കമുള്ള, റാസി ഇമാം അടക്കമുള്ള നമ്മളെപ്പോഴും നമ്മുടെ അസാധ്യത്തിൻ്റെ നാവിൻ തുമ്പുകളിൽ നിന്ന് കേൾക്കുന്ന മനോഹരമായ വളരെ അനുഗ്രഹീതരായ കുറേ പേരുകളുണ്ടല്ലോ, കുറേ മഹൽ വ്യക്തിത്വങ്ങളുണ്ടല്ലോ. ഷാഫി ഇമാം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 54 വയസ്സാണ് ജീവിച്ചിട്ടുള്ളത്. ഹിജ്റ 150 ജനിച്ച് 204 വഫാത്തായ ആളാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 450 ജനിച്ച് 505 വഫാത്തായ വിശ്വപ്രസിദ്ധനായ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് ഹുജ്ജത്തുൽ ഇസ്ലാം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ലോകത്തെ അവർ കീഴടക്കാൻ അവർക്ക് ഒരുപാട് ആയുസ്സൊന്നും കിട്ടിയിട്ടില്ല, ഒരുപാട് വർഷങ്ങൾ കിട്ടിയിട്ടില്ല, ഒരുപാട് സമയം കിട്ടിയിട്ടില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണത്തിന് വേണ്ടി, കുടിക്കുന്നതിന് വേണ്ടി, വിശ്രമിക്കുന്നതിന് വേണ്ടി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബുൽ ഇൽമ്, ഇഹ്യാ ഉലൂമുദ്ദീനിലെ കിതാബുൽ ഇൽമ് അതിങ്ങനെ പരിശോധിച്ചാൽ, അതിങ്ങനെ മുത്വാല ചെയ്താൽ നമുക്ക് ബോധ്യമാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു പണ്ഡിതൻ്റെ, ഒരു ഉസ്താദിൻ്റെ, ഒരു പണ്ഡിതൻ്റെ, ആലിമിൻ്റെ വസ്ത്രം അലക്കി കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് അത്തരം സൗകര്യങ്ങൾ ചെയ്യാനും മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിൽ ഒരിക്കലും കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, വസ്ത്രം അലക്കാൻ ആർക്കും സാധിക്കും, ഇസ്തിരി ഇടാൻ ആർക്കും സാധിക്കും. അതേ സ്ഥാനത്ത് ആ സമയം പോലും മുത്താല ചെയ്യാനും ഇൽമുമായി ശുഗലാകാനും ഇൽമിൻ്റെയും ഹിക്മത്തിൻ്റെയും ഭാഗമായി നിലകൊള്ളാനും ഒരു ആലിമിന് സാധിക്കും. അതുകൊണ്ട് ആലിമിന് ഇസ്തിരി ഇടാനും വസ്ത്രമലക്കാനുമുള്ള ആ സമയം, മറ്റൊരാൾക്കുള്ള സമയം, അത് ആലിമിലേക്ക് ചേർത്തി വെക്കുമ്പോൾ അത് ഏറ്റവും ഗാലിയായ ഒരു സമയമാണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിതാബുൽ ഇൽമിൽ ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ സമയത്തെ വളരെ കൃത്യമായി പാലിച്ചവരായിരുന്നു അവർ. ഖീമത്തുസ്സമനി ഇൻദൽ ഉലമ, അബ്ദുൽ ഫത്താഹ് അബൂ ഗദ്ദയുടെ ഒരു കിതാബുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ ആയുസ്സും ഈ ആയുസ്സിനകത്ത് അവരുണ്ടാക്കിയ കിതാബുകളും ചില ഭാഗങ്ങളിൽ അത് ചർച്ച ചെയ്യുന്നത് കാണാൻ പറ്റും. അതിൽ ഒരു ദിവസം, ഒരു മണിക്കൂറിൽ എത്ര പേജ് എഴുതിയിട്ടുണ്ടാകും എന്ന് നമ്മളൊന്ന് അങ്ങനെ അതിലേക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവരുടെ ആയുസ്സിൻ്റെ വില നമുക്കും യഥാർത്ഥത്തിൽ സമയം അത് തന്നെയാണ്. അവർക്കും സമയം മണിക്കൂറിന്, ഒരു മണിക്കൂറിൻ്റെ വാല്യൂ ആണ്, നമ്മുടെയും മണിക്കൂറിന് ഒന്നിൻ്റെ വാല്യൂ തന്നെയാണുള്ളത്. കിതാബ്, ധാരാളം കിതാബുകൾ രചിക്കുന്നത് അവരുടെ തീവ്രമായ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. ഹനഫി പണ്ഡിതന്മാരിൽ അല്ലാമ സറഖ്സി എന്ന് പറയുന്ന കിതാബുൽ ബസീത്ത് എന്ന് പറയുന്ന ഏതാണ്ട് 10-15ഓളം വാള്യങ്ങളുള്ള വളരെ വിശ്വപ്രസിദ്ധമായ ഒരു കിതാബാണ് ഫിഖ്ഹിലെ, ഹനഫി ഫിഖ്ഹിലെ. ആ കിതാബ് സ്വന്നഫ വഹുവ ഫിൽ ജുബ്ബി എന്ന് കാണാം ചരിത്രത്തിൽ. കിണറ്റിൽ നിന്നാണ് ആ കിതാബ്
ഇങ്ങനെ മുകളിലേക്ക്, അതായത് അക്കാലത്തെ രാജാക്കന്മാരുടെ തോന്നിയാസത്തിനെതിരെ സംസാരിച്ചു. തോന്നിയാസത്തിനെതിരെ സംസാരിച്ചപ്പോൾ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് രാജാവ് ഖിത്ബ നടത്തിയപ്പോൾ അതിൻ്റെ മസല ചോദിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ രാജാവിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിലായിരുന്നു ബഹുമാനപ്പെട്ടവർ അന്നത്തെ ഒരു സിജിൻ എന്ന രീതിയിൽ ജുബിലേക്ക് തള്ളിയത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് വിളിച്ചു പറഞ്ഞു കൊടുത്ത് ഇംലാ ചെയ്തു, പറഞ്ഞു കൊടുത്തിട്ട് എഴുതി. അങ്ങനെയാണ് ആ കിതാബ് ഉണ്ടാക്കിയത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കഫൻ തുണിയുമായി പോയപ്പോൾ വേറെ ഒന്നുമില്ല. ജയിലിലേക്ക് കഫൻ തുണി എന്ന തരത്തിൽ ആ 3 കഷ്ണം തുണി കൊണ്ടുപോയപ്പോൾ അതിൽ ആ കഫൻ തുണിയിൽ ഇങ്ങനെ എഴുതിയിട്ട് അതവസാനം മരിച്ചതിന് ശേഷം തുണിയാക്കാൻ വേണ്ടി, കഫൻ തുണിയാക്കാൻ വേണ്ടി കൊണ്ടുപോയ ആ തുണിയിലുള്ള എഴുത്തുകളെ വാള്യങ്ങൾ വരുന്ന കിതാബുകളാക്കി രചിച്ച പണ്ഡിതന്മാരെ കുറിച്ച് ബഹുമാനപ്പെട്ട അയിമ്മത്ത് അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇതെന്നോടും നിങ്ങളോടും നമുക്ക് നമ്മുടെ സമയത്തിൻ്റെ വില മനസ്സിലാക്കാൻ അയിമ്മത്ത് രേഖപ്പെടുത്തി വെച്ച കുറേ കാര്യങ്ങളാണ്. അർഹമുർ-റാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത്, പരിശുദ്ധ ഇസ്ലാം, അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അദബാണ്. അദബ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൃത്യമായ പരിശീലനം നൽകിയത് ജല്ല ജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. അള്ളാഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശീലിപ്പിച്ചത്, അദബ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കിലോ പ്രവൃത്തിയിലോ വിചാരത്തിലോ ചിരിയിലോ കരച്ചിലോ ഏതെങ്കിലും ഒന്നിൽ അഭിലഷണീയമല്ലാത്ത ഒന്ന് ഉണ്ടായതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെരുപ്പായി ഉപയോഗിച്ചപ്പോൾ അത് ഉപയോഗിച്ചത് എങ്ങനെയായിരുന്നു, വസ്ത്രം എങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്, മുടി ചീകിയത് എങ്ങനെയായിരുന്നു, വീട്ടിലേക്ക് കയറിയത് എങ്ങനെയായിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എങ്ങനെയായിരുന്നു, ഭക്ഷണം കഴിച്ചത് എങ്ങനെയായിരുന്നു, ഉറങ്ങിയത് എങ്ങനെയായിരുന്നു, കിടത്തം എങ്ങനെയായിരുന്നു. തമിഴ്ന്ന് കിടക്കുന്ന ഒരാളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹി വജ്അത്തുൻ യുബ്ഗിലുഹല്ലാഹ്, അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന ഒരു കിടത്തമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കമിഴ്ന്ന് കിടക്കുന്ന ഒരാളെ നോക്കി പറഞ്ഞത് ഹദീസിൽ കാണാൻ പറ്റും. കബ്ബിർ കബ്ബിർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഘട്ടത്തിൽ പറഞ്ഞു. ഖദ്ദിം അൽ ഖുറൈഷ്, അത് വേറെ സംഭവമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും ഇനി സംസാരത്തിൽ ശമാഇലിൻ്റെ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹാരിത അവതരിപ്പിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ അള്ളാഹു ഇതൊക്കെ പഠിക്കാനും കേൾക്കാനും പറയാനും ഒക്കെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ എന്തുമാത്രം വിലപ്പെട്ടതാണ്, എത്രമാത്രം മധുരമുള്ളതാണ്. കാരണം സൗന്ദര്യമുള്ളതല്ലാത്ത ഒന്ന് പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഒരാൾ വന്നിരുന്ന് ഒരാൾ സംസാരിക്കാൻ തുടങ്ങിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സംസാരം നിർത്തുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്കും പറയാറില്ലായിരുന്നു. സ്വഹാബത്തായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തവരായിരുന്നു സ്വഹാബത്ത്. അവരുടെ മുന്നിലായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരത്തിൻ്റെ രീതിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശബ്ദം ഉയർത്തിയതായിട്ട്, പൊട്ടിച്ചിരിച്ചതായിട്ട് ഏതെങ്കിലും തരത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അവരുടെ സ്വന്തം അനുഭവം പറഞ്ഞു. ഇതേപോലെ ഒരു വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവേശിക്കുമ്പോൾ, ഒരു ഓപ്ഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധ്യത സ്വീകരിക്കുമ്പോൾ അത് ഏറ്റവും മധുരമുള്ളതും അസ്ഹലായതും ഏറ്റവും ലളിതമായതും മനോഹരമായതും ഹൃദയസ്പർശിയായതും ആകർഷണീയമായതുമല്ലാത്ത ഒന്ന് പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കാറില്ലായിരുന്നു. സലാം പറയുന്നിടത്തും മടക്കുന്നിടത്തും അതെങ്ങനെയാണ്? ഇനി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരങ്ങൾ നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുമ്പോൾ ഇദാ തക്കല്ലമ ബികലിമത്തിൻ ആദഹാ സലാസൻ വഇദാ സല്ലമ അലൈഹിം സല്ലമ സലാസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാ കാര്യവുമല്ല, അതേ സ്ഥാനത്ത് വിഷയത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് അത് ബോധ്യമാകാൻ വേണ്ടി പ്രിയപ്പെട്ട ഹബീബ് 3 വട്ടം സംസാരിക്കും. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അങ്ങനെയാണ്. ഒരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി ചെല്ലുമ്പോൾ, പ്രവേശിക്കുമ്പോൾ ആ വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കും. ഇനി ഒരാളെ മനസ്സിനെ ഇണക്കാനും ചേർത്താനും ചേർത്ത് പിടിക്കാനും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ നോട്ടവും അതിന് യോജിക്കുന്ന തരത്തിലായിരുന്നു. അകറ്റാനോ അകലാനോ, അകറ്റൽ ലക്ഷ്യമല്ല, പക്ഷേ അബദ്ധത്തിൽ പോലും അകന്നുപോയി എന്ന് ഖേദിക്കേണ്ട ഒരു സ്ഥിതി ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതിന് കാരണം അദ്ദബനി റബ്ബി, ആ അദബായിരുന്നു എന്നത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദബാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നമ്മുടെ അഖ്ലാഖ്. അത് തന്നെയാണ് സൂഫിസം, അത് തന്നെയാണ് തസവ്വുഫ് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, എത്ര വലിയ തരത്തിലുള്ള ഇൽമുള്ള ആളാണ് എങ്കിലും ആ ഇൽമിൻ്റെ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് സദസ്സിലുണ്ടാകുമ്പോൾ പിതാവ് ഉമർ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ട്. ഒരു സദസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദ്യം എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കാണാം, ഇന്ന മിനശ്ശജരി ലശജറത്തൻ മസലുഹാ മസലുൽ മുഅ്മിൻ. ഒരു മുഅ്മിനായ മനുഷ്യനോട് ഉദാഹരിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൻ്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നായിരുന്നു. ഈ വൃക്ഷം വഇന്നഹാ ലഹിയൻ നഖില, അത് ഈന്തപ്പനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. പിന്നീട് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ വിശാലമായ ഹദീസാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്കറിയാം, എനിക്ക് മനസ്സിലായിരുന്നു, എനിക്ക് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുല്ലൂനി, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് വൃക്ഷം, അത് ഈന്തപ്പനയാണ് എന്ന് എനിക്ക് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സദസ്സിൽ ഒരിടത്തുള്ളത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊരിടത്ത് പ്രിയപ്പെട്ട പിതാവ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരുള്ളയിടത്ത് ഞാൻ ചാടിക്കയറി സംസാരിക്കുക. അപ്പോൾ ഇൽമിൽ നമ്മൾ മുജാലസത്ത് നടത്തുന്ന സമയത്ത്, കൂടെ ഇരിക്കുന്ന സമയത്ത്, അത് മാത്രമല്ല കൂടെ പഠിക്കുമ്പോൾ, നമ്മൾ ഒന്നിച്ച് പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഒരാളൊരു ചോദ്യം ഉന്നയിച്ചാൽ അവർക്ക് ഏത് അളവിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തിരുന്നത്, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അവതരിപ്പിച്ചു കൊടുത്തിരുന്നത്. ദുർഗ്രാഹ്യം എന്ന് പറയാൻ പറ്റാവുന്ന, മനസ്സിലാകാത്ത, ഗ്രഹിക്കാൻ പറ്റാത്തത് എന്ന തരത്തിലുള്ള, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫ്സഹുൽ അറബ് ആയതുകൊണ്ടാണ്. ഏറ്റവും ഫസീഹ് സംസാരിച്ച ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ചില ആളുകൾക്ക് തോന്നിയ പോലെ സെക്സ് സംസാരിച്ചുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കുന്ന ആളുകളെ, അത് ഈ രംഗത്തുള്ള ആളുകളെയും നമുക്ക് കാണാൻ പറ്റുന്നു. ഏറ്റവും ചുരുങ്ങിയത് അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ നമ്മൾ ഒരു വിഷയം മനസ്സിലാക്കി ഫിഖ്ഹ് ദർസ് എടുത്തുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്നൊരു പരിമിതിയാണത്. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ വളർന്നു വരുന്നതിനനുസരിച്ച് ടീനേജിൻ്റെ പായൊക്കെ എത്തിയ കുട്ടികളോട് ചിലപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ, പക്ഷേ എന്നാലും നമ്മളിത് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫിഖ്ഹിന് വേണ്ടി നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ തോന്നിയ മാതിരി യൂട്യൂബിൽ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും ഒരു കാര്യത്തെ, അതായത് നമ്മളിങ്ങനെ പറയല്ലോ ഹന് എന്ന് പറഞ്ഞാൽ നമ്മുടെ അൽഫി പറയാലോ, മാ യസ്തഖ്ബിഹു ഖായിലഹു എന്ന് പറഞ്ഞല്ലോ, അതായത് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അത് ഖബീഹായിട്ട് തോന്നുന്ന തരത്തിലുള്ള ഒരു സംഗതിയും. അപ്പൊ ഈ തരത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഹനി അബീക്കും എന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തിയത് കാണാം. അപ്പൊ അതേ സ്ഥാനത്ത് അതിങ്ങനെ നമ്മളിങ്ങനെ ഫുലാൻ എന്നും ഡാഷ് എന്നൊക്കെ പറയുന്ന മെൻഷൻ ചെയ്തുകൊണ്ട്, ചിലതിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ടല്ലോ, അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു അദബിന്റെ ഭാഗമാണ്. എന്നാൽ അത് പറയൽ ഒരാൾക്ക് സുഖവും രസവുമായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, ഈമാൻ വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ.
ഫഇന്നഹു ലാ യദ്രി അയിന ബാത്തത്തി യദാഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, എന്തുമാത്രം ആശയുടെ ഒരു വാക്കാണത്. ആ വാക്ക് യഥാർത്ഥത്തിൽ മറ്റുള്ള ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞാൽ ആർക്കും അറപ്പുണ്ടാവില്ല, ഉറപ്പാണ്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതേ സ്ഥാനത്ത് അത്തരം പ്രയോഗങ്ങൾ നമ്മളെപ്പോലെയുള്ള താഴ്ന്ന ആളുകൾ, സാധാരണക്കാർ ചെയ്താൽ അത് ആളുകളിൽ വലിയ വിഷമമുണ്ടാകും. അപ്പോൾ അതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കിൽ പോലും പ്രയോഗിച്ച അദബിൻ്റെ ഭാഗം, ഇതൊക്കെ സത്യത്തിൽ നമ്മുടെ ഹദീസുകളിൽ നമുക്ക് പഠിക്കുന്ന ഹദീസിൻ്റെ കിതാബുകളിൽ നിന്നും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു വന്ന അദബിൻ്റെ രീതി അത് ജീവിതത്തിൽ പകർത്തുക. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. എന്നിട്ട് പിന്നെ അവിടെ കാണാം ഹദീസിൽ അത് വിശദീകരിച്ചിട്ട് വേണം അൽ ഇസ്തിദാനു സലാസ മർറാത്ത്, 3 വട്ടമാണ് ബെല്ലടിക്കാൻ പറ്റുള്ളൂ. പിന്നെ 4ാമത്തെ വട്ടം പിരിഞ്ഞു പോരുക എന്നുള്ളതാണ്. 3 വട്ടം ബെല്ലടിച്ചിട്ട് ചിലപ്പോൾ അകത്ത് ആളുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നമുക്ക് ലബ്ബൈക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ അവരെ ശല്യം ചെയ്യാൻ പറ്റൂല. ഒരു വീട്ടിലേക്ക് വിരുന്നു പോകുന്നതിന് വിരുന്നുകാരൻ അതിഥികളെ സൽക്കരിക്കുക എന്ന് പറയുന്നത് വലിയ കൂലിയുള്ള കാര്യമാണ്. പക്ഷെ 3 ദിവസം അതിഥിയാണ്, പിന്നീട് അവനെ അതിഥിയായിട്ട് പരിഗണിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോൾ വന്നാലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമെന്ന് കരുതി എപ്പോൾ വന്നാലും, ഇനിയിപ്പോൾ ചില ആളുകളുടെ മുന്നിൽ നമ്മളിങ്ങനെ പോയിട്ട് ഇരുന്നിട്ട് ഒരു മനുഷ്യന് എന്തെല്ലാം സമയങ്ങളുണ്ടാവും, എന്തെല്ലാം ഹാലുകളുണ്ടാവും. ഹാലു ഇപ്പം എനിക്ക് നമ്മളൊക്കെ തന്നെ ചില സമയത്ത് അനുഭവിക്കുന്നൊരു സംഗതി. കോഴിക്കോട്ട് നിന്നൊക്കെ വണ്ടി ഓട്ടിട്ട് ഇങ്ങനെ വരുമ്പോൾ പിന്നെ ചില ആളുകൾ വണ്ടി കൈ കാണിക്കും. കൈ കാണിച്ചാൽ നമ്മൾ ചിലപ്പോൾ കയറ്റും, ആളെ നോക്കിയിട്ടാണെങ്കിലും കയറ്റും. കയറ്റിയിട്ട് ഇവർ പിന്നെ തുടങ്ങും സംസാരം. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആലോചിക്കാനുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ദിക്റെല്ലാം ഉണ്ടാവും, സലാത്തെല്ലാം ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഒരാളുടെ വാഹനത്തിൽ കയറിയാൽ അവരിങ്ങോട്ട് എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങാതെ നമ്മളങ്ങനെ ഇതേത് വണ്ടിയാണ്, ഈ വണ്ടി എടുത്തിട്ട് എത്ര കൊല്ലമായി, ഇതിപ്പോൾ ഏത് മോഡലാണ്, ഇതിനിപ്പോൾ എത്ര ഉണ്ട്, ഇതിൻ്റെ പെട്രോൾ വേർഷൻ എത്ര ഉണ്ട്, ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് കുറേ ചോദിക്കാറുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ അയാളുടെ നാട് ഏതാണെങ്കിൽ അയാളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും, നാടായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതൊന്നും ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുക്സിർ, സംസാരം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ചിരിക്കുക, സംസാരിക്കുക, ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരാളെ ഖൽബിന് സ്വഫാ ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്ന് അയാളുടെ സംസാരം നോക്കലാണ്. കൂടുതൽ സംസാരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ എന്തോ ഖൽബ് വേണ്ട പോലെ അതിന് റിഖത്തില്ല എന്നാണ് അതിന് കാരണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്കാരം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അയിമ്മത്തിൻ്റെ ജീവിതത്തിൽ, സ്വാലിഹീങ്ങളുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ഒരു കുട്ടികൾ കളിക്കുന്ന കൂട്ടത്തിലേക്ക് ചെന്ന് ഒരു കുട്ടിയെ ഇങ്ങനെ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു, ഇബ്നു മന്നാന്ത്, നീ ആരുടെ കുട്ടിയാണെന്ന് ചോദിച്ചു. നിന്റെ ഉപ്പ ആരാണെന്ന് ചോദിച്ചു. ഈ കുട്ടി തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, അല്ല ഷെയ്ഖ് അവറുകളെ, ഞാൻ ആരുടെ കുട്ടിയാണ്, എൻ്റെ ഉപ്പ ആരാണെന്നുള്ളതൊക്കെ അറിയേണ്ട ഒരു ഹാലിലാണോ നിങ്ങളുള്ളത്? തിരിച്ചൊരു ചോദ്യം. എന്ന് പറഞ്ഞാൽ ആരിഫീങ്ങളിൽപ്പെട്ട, ഔലിയാക്കളിൽപ്പെട്ട, അഖ്താബിൽപ്പെട്ട മഹാനാണ്. അപ്പം അവരുടെ ഒരു വാക്ക് പോലും, അവരുടെ ഒരു അന്വേഷണം പോലും, ഒരാലോചന പോലും ദിക്റുല്ലാഹി എന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് എന്ന് തൊട്ടുണർത്തുന്ന തരത്തിലുള്ളൊരു സംസാരം ആ കുട്ടിയിൽ നിന്നുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, നമ്മളൊക്കെ ആണെന്ന് കുരുത്തപ്പെട്ട കുട്ടി എന്നാണ് പറയുന്നത്, അദബില്ലാത്ത കുട്ടി. സത്യത്തിൽ ഷെയ്ഖ് അവറുകളെ അദബിലേക്ക് കൊണ്ടുവരാൻ യഥാർത്ഥത്തിലുള്ളൊരു സംസാരമായിരുന്നു അത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സംസ്കാരം, ഈ സ്വഭാവ മഹിമകൾ, ഈ പെരുമാറ്റ രീതി, ഇതാണ് യഥാർത്ഥത്തിൽ അദബ് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഹക്കായ കലിമത്ത് ഒരു മുഅ്മിനായ മനുഷ്യനിൽ മേളിക്കുന്ന സമയത്ത്, അത് ഖൽബിലുണ്ടാകുന്ന സമയത്ത്, അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഉൾക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഹിക്മത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസ്വീറത്തിൻ അന വമനിത്തബഅൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞായിട്ട് പറയുന്നു. അവർ ബസീറത്തുണ്ട്. ഈ ബസീറത്ത് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഇമാം ബസാരി റളിയല്ലാഹു അൻഹു ഹിക്മത്തിനെ കുറിച്ച് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്.
അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്നും ഇഖ്ലാസിൽ നിന്നും രൂപപ്പെടുന്ന ഒരു ഉൾക്കാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഹിക്മത്ത് എന്ന് പറയുന്നത്. ഹിക്മത്തുള്ള ഒരാൾക്ക് അവൻ്റെ വാക്കിൽ പിഴവ് സംഭവിക്കൂല, അതുപോലെ പെരുമാറ്റത്തിൽ പിഴവ് സംഭവിക്കൂല, അബദ്ധങ്ങൾ ഉണ്ടാകൂല. അതുകൊണ്ട് തന്നെയാണ് സ്വാലിഹീങ്ങളെ എല്ലാ സമയത്തും മുന്നിൽ നിർത്തുന്നത്. സ്വാലിഹീങ്ങളെ മുന്നിൽ നിർത്തും, ആലിമീങ്ങളെ മുന്നിൽ നിർത്തും, ഫുഖഹായിനെ മുന്നിൽ നിർത്തും, ദുർറയുള്ള ആളെ മുന്നിൽ നിർത്തും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മത്തിലൊരു മുഹദ്ദിസ് ഉണ്ടാകുകയാണ് എങ്കിൽ, എൻ്റെ ഉമ്മത്തിൽ ഒരു നബി ഉണ്ടാകുകയാണ് എങ്കിൽ, പ്രവചനം നടത്തുന്ന ഒരാളുണ്ടാകുകയാണ് എങ്കിൽ അത് ഉമറായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്ത് ഇങ്ങനെ ഇസ്ലാമിൻ്റെ വളർച്ച ഇങ്ങനെ ഗ്രാഫിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ 10 കൊല്ലം 6 മാസമുള്ള ആ ഖിലാഫത്തിന് അങ്ങനെ ഇങ്ങനെ ചാടും. അത്രയും വലിയ വളർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രാഫ് ഇങ്ങനെ പോകുന്നിടത്ത് ഇങ്ങനെ ചാടും. ഇതാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ വലിയ തെളിവായിരുന്നു അത്. അപ്പം അതുകൊണ്ട് ആ ഹിക്മത്ത് കൊണ്ടാണ് ലോകം ഉണർന്നത്, ആ ഹിക്മത്ത് കൊണ്ടാണ് മനുഷ്യൻ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഹിക്മത്ത് എങ്ങനെയാണ് ഉണ്ടാകുക എന്ന ചോദ്യത്തിന് ഇമാം ഗസാലി റളിയല്ലാഹു പറഞ്ഞ ഉത്തരം അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്, നേരിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ ഹക്കും ബാത്തിലും തമ്മിൽ വേർതിരിക്കാൻ അവൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻസൈറ്റാണ്, ഒരു ഉൾക്കാഴ്ചയാണ് ഹിക്മത്ത് എങ്കിൽ ആ ഹിക്മത്ത് ഉണ്ടാക്കി തരുന്നത് യഥാർത്ഥ ഇൽമനുസരിച്ചുള്ള ഇബാദത്തിൽ നിന്നുമാണ് എന്ന്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കാനും പടച്ചറബിൻ്റെ ദിക്റിനെ കുറിച്ച് ചിന്തിക്കാനും സമയം നമ്മുടെ നാവും നമ്മുടെ കൽബും നമ്മുടെ ചുണ്ടുകളും നമ്മുടെ അവയവങ്ങളും നമ്മുടെ ആരോഗ്യവും ഒക്കെ റബ്ബിൻ്റെ വഴിയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്കതിന് ഉദവി നൽകട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ അഭിനന്ദിക്കുന്നു. അള്ളാഹു നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും ഇൽമിലും ഹിഫ്ദിലും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. പടച്ച റബ്ബ് നമുക്ക് നാഫിയ ഇൽമു കൊണ്ട് നമ്മുടെ കൽബ് പ്രകാശിപ്പിക്കട്ടെ. ശറഹ് സുദൂറുള്ളവരുടെ കൂട്ടത്തിൽ, വാക്കിലും പ്രവൃത്തിയിലും സദാദും സ്വഭാവമുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും, പ്രത്യേകിച്ചും ഈ മനോഹരമായ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ സ്ഥാപനം വന്ന് കണ്ടപ്പോൾ ഏറ്റവും ഒരു സ്ഥാപനം എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ചു. അപ്പോൾ അന്ന് അങ്ങനെ ഒരു വലിയ തരത്തിലുള്ള ആലോചനകളൊന്നും അങ്ങനെ കൂടുതൽ നടത്താൻ പറ്റാത്ത വിധം അങ്ങനത്തെ സ്വന്തമായി ഇങ്ങനെ ആലോചിച്ച ഒരു വലിയ മഹനീഷിയായിരുന്നു. അല്ലാഹു തആല അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ, അല്ലാഹു തആല അവർക്ക് ആഖിറം വെളിച്ചാക്കി കൊടുക്കട്ടെ, അവരുടെ മക്കൾക്കും കുടുംബത്തിനൊക്കെ അല്ലാഹു അനുഗ്രഹം നൽകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാ, അസാത്തിദത്ത്, സാദാത്യങ്ങൾ, നമ്മുടെ നേതാക്കൾ, നമ്മുടെ സംഘടനാ പ്രവർത്തകർ, ദീനിൻ്റെ ഖാദിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, നമുക്ക് എല്ലാവർക്കും റബ്ബ് ഖൈറും ബർക്കത്തും ഏറ്റിത്തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.